സഹോദരങ്ങളെ, ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മുഖം ഒരമ്മൂമ്മയുടേതാണ്. എപ്പോഴും ചിരിക്കുന്ന, മറ്റുള്ളവരെയും ചിരിപ്പിക്കുന്ന ഒരമ്മൂമ്മ. എല്ലാ ക്രിസ്മസ് തലേന്ന് ഏതാണ്ട് സന്ധ്യയോടടുപ്പിച്ച് ഈ അമ്മൂമ്മ ഞങ്ങളുടെ വീട്ടിലെത്തും. കൂടെ ഒരു പട്ടിയും ഉണ്ടാകും. പട്ടി എന്ന് വെച്ചാൽ ബാസ്കറ്റ്. അമ്മ ഇവർക്ക് പലഹാരങ്ങളും പഴങ്ങളും ഒക്കെ നൽകും. ഒത്തിരി നന്ദിയോടുകൂടി അതൊക്കെ സ്വീകരിച്ചിട്ട് തൻ്റെ പട്ടിയിൽ തിരികെ നന്ദി പറഞ്ഞ് ഈ അമ്മൂമ്മ മടങ്ങിപ്പോകും. കുട്ടിയായ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ അമ്മ നൽകുന്ന പലഹാരങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ക്രിസ്മസ് തലേന്ന് പതിവ് പോലെ ഈ അമ്മൂമ്മ ഞങ്ങളുടെ വീട്ടിലെത്തി. അമ്മ ഇവർക്ക് പലഹാരങ്ങളും പഴങ്ങളും ഒക്കെ നൽകി. അപ്പോഴീ അമ്മൂമ്മ അതൊന്നും ഭക്ഷിക്കാതെ ഒക്കെ എടുത്ത് തൻ്റെ വണ്ടിയിൽ തിരികെ വയ്ക്കുകയാണ്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കുട്ടിയായ ഞാൻ ഈ അമ്മൂമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പലഹാരങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാതെ വട്ടിയിൽ തിരികെ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? പെട്ടെന്ന് ഈ അമ്മൂമ്മയുടെ മുഖം പാടി ഒരു വിളറിയ ചിരി ചിരിച്ചുകൊണ്ട് എൻ്റെ തോളത്ത് തട്ടിയിട്ട് അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ പോലെ 2-3 കുട്ടികൾ എൻ്റെ വീട്ടിലുമുണ്ട്. അവർക്കും വേണ്ടേ ഒരു ക്രിസ്മസ്. മോനെ പോലെ 2-3 കുട്ടികൾ എൻ്റെ വീട്ടിലുമുണ്ട്. അവർക്കും വേണ്ടേ ഒരു ക്രിസ്മസ്. ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും അമ്മൂമ്മയുടെ ഈ വാക്കുകൾ ഞാൻ ഓർക്കാറുണ്ട്. നമുക്കറിയാം, സമൃദ്ധിയുടെ സുവിശേഷവുമായിട്ടാണ്, പാവപ്പെട്ടവന് സമൃദ്ധിയുടെ സുവിശേഷവുമായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. എന്നിട്ടും യേശുവിന്റെ ജനനം പോലും വയറു നിറച്ചുകൊണ്ട് ആഘോഷിക്കാൻ സാധിക്കാത്ത എത്രയോ ജനങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലിന്റെ സന്ദേശമാണ്. സ്വന്തം ജീവിതത്തെ നമുക്ക് പങ്കിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല, മറിച്ച് നമ്മൾ ചെയ്യാതെ പോകുന്ന നന്മകൾ കൂടിയാണ്. യേശുവിനെ പറ്റി പറയുക, ഗലീലേ കടൽ തീരത്തിലൂടെ നന്മകൾ ചെയ്ത് സഞ്ചരിച്ച് കടന്നുപോയ വ്യക്തി എന്നാണ്. ദുഃഖിതർക്ക് ആശ്വാസവും, രോഗികൾക്ക് സൗഖ്യവും, മരിച്ചവർക്ക് ഉയർപ്പ് നൽകിക്കൊണ്ട് അവൻ കടന്നുപോയി. നമുക്കറിയാം, യേശു ഈ ഭൂമിയിൽ ജനിച്ചത് ഇതിനൊക്കെ തന്നെ വേണ്ടിയാണെന്ന്. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ യേശുവിന് നമുക്ക് നൽകാനുള്ള സന്ദേശവും ഇത് തന്നെയാണ്. ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെയായി മാറുക, ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെയായി മാറുക. വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് ആശ്വാസവും സ്നേഹവും ശാന്തിയും ഒക്കെയായി മാറുക. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവരെ നിന്ദിക്കാതെ അവർക്ക് നിറവായി മാറാനുള്ള ഒരു കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.